പെരുന്നാളിലേക്കുള്ള ഷോപ്പിങ്ങിന് പോവാണ്. എല്ലാവരും ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. നല്ല തിരക്കുണ്ട് എന്നൊക്കെ മാമിയൊക്കെ ഡ്രസ്സ് എടുത്ത്. അപ്പോൾ മാമിനെ ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞ് നല്ല തിരക്കുണ്ടെന്ന്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. അപ്പം വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളി. പിന്നെ അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പം നമുക്ക് നേരെ ഷോപ്പിങ്ങിന് പോവാം. അപ്പം പിന്നെന്താ, വേറെ ഒന്നുമില്ല. അപ്പോൾ വേറെ സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പോൾ ഇനി നേരെ വീഡിയോ. അവിടെ പോയിട്ട് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നോക്കാം, അവിടെ ഉള്ള ഡ്രസ്സൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് വരെ. ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഷോപ്പ്. ഫാമിലി ടച്ച് എന്നാണ് പേര്. ഇവിടെ ഡ്രസ്സ് സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ എന്താ പറയുക ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു ഷോപ്പും കൂടിയാണ് കേട്ടോ. ഷോൾഡർ നോക്കണം, ഷോൾഡർ വലുതാണെങ്കിൽ എന്തു പറയണേ. ആ ഫാനിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ ചവിട്ടാൻ പാടില്ല. മുകളിൽ ഡ്രസ്സ് വെക്കുന്ന ഇതാ നമ്മളെ മമ്മൂക്ക വന്നിട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായത് പറഞ്ഞിട്ടോ. എന്റെയാണ് ഇവിടെ കൈ ഷേപ്പ് ആക്കണം. ഇതാണ് നമ്മളെ എൻ്റെ ഇപ്പൊക്കെ ഉള്ള ഡ്രസ്സാട്ടോ. ഇപ്പം എങ്ങനെയുണ്ട്? ഇതിലേതെങ്കിലും ഇഷ്ടമായതാണ്. ഇതാണ് ഇഷ്ടമായ ഗേൾസിന്, ഇതാണ് ഗേൾസ് ഇഷ്ടമായ പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടും കിട്ടും. ഇതാ ഏതൊക്കെ ഇവിടേക്കൊക്കെ ലിയ എവിടെ ലിയ 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 എവിടേക്കൊക്കെ ഇവിടെ ലിയ എവിടേക്കൊക്കെ പോയി. അങ്ങനെ നമ്മൾ അവിടെ പോയി. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കിട്ടി. അപ്പോൾ വേറൊരു ഷോപ്പിൽ പോകും. ഗൈസ്, ഇപ്പോൾ നമ്മളുള്ളത് പുതിയ കല്യാണിലാണ്. അവിടുത്തെ ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഗൈസ്, ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായിരുന്നു. ലെങ്ത് കുറച്ചും കൂടെ ലെങ്ത് കളറാണ്. അമ്മൻ്റെ കളറാണ്. നമുക്ക് വേറെ നോക്കാം. ഇവിടുന്ന് നോക്കാം. അങ്ങനെ ഗൈസ്, നമ്മളുടെ ഏറെക്കുറെ സെറ്റായി. ഇനി അല്ലൂസിൻ്റെ ആണ് കേട്ടോ നോക്കുന്നത്. അല്ലൂസിൻ്റെ സൈസൊന്നും പറ്റുന്നില്ല. അപ്പം അത് നോക്കിക്കൊണ്ട് എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട്. ഗൈസ്, നമ്മൾ അല്ലൂസിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് 4th ഫ്ലോറിലേക്ക് വന്നതാണ്. ഗൈസ്, ഈ ഡ്രസ്സ് അല്ലൂസിന് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്ക് ഇട്ടപ്പോൾ ഏറെക്കുറെ നല്ലതായിട്ട് തന്നെ തോന്നി. എനിക്ക് ഇട്ടിട്ട് രസമുണ്ട്. ഇങ്ങനത്തെ കൊളറില്ലാത്ത ഡ്രസ്സും എനിക്കിട്ട് അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഡ്രസ്സ് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഗൈസ്, അങ്ങനെ അല്ലൂസിൻ്റെ നോക്കി. അപ്പോൾ അല്ലൂസിന് പറ്റിയതൊന്നും അവിടുന്ന് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് 2nd ഫ്ലോറിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരേ.
അങ്ങനെ ഗൈസ് നമ്മൾ ഉമ്മൻ്റെതും നോക്കിയിട്ട് ഉമ്മക്കും ഇവിടുന്ന് വലിയതായിട്ട് ഡ്രസ്സസ് ഒന്നും ഇഷ്ടമായില്ല. ഒന്നെങ്കിൽ നമുക്ക് കളർ ഇഷ്ടമായില്ല, അല്ലെങ്കിൽ ഡിസൈൻ ഇഷ്ടമായില്ല. അപ്പം നമ്മൾ വിചാരിച്ചു വേറെ ഷോപ്പിൽ പോവാണ്. അപ്പം ഉമ്മക്കും അല്ലൂസിനൊന്നും ഇവിടുന്ന് എടുത്തില്ല കേട്ടോ, നമുക്ക് മാത്രമേ ഇവിടുന്ന് എടുത്തുള്ളൂ. അപ്പം ഗൈസ് നമുക്ക് ഉള്ളതൊക്കെ എടുത്തിട്ടോ. നമുക്ക് പറ്റിയില്ല, ഏത് ഡ്രസ്സ് നമുക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ നമ്മൾ വേറെ ഷോപ്പിൽ പോയി നോക്കാൻ പോവാണ്. അല്ലൂസിനും പറ്റിയത് കിട്ടിയില്ല, അപ്പൻ്റെതും കിട്ടിയില്ല, നമ്മൾ മാത്രമാണ് ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയത്. നമുക്ക് എന്തായാലും നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ല ഒന്ന് തന്നെ കിട്ടി. നമുക്ക് വേറെ ഷോപ്പിൽ പോയി നോക്കണം. ഇല്ല അല്ലൂസേ? അല്ലൂസ് കളിച്ചിട്ടൊക്കെ വരിക, അവിടെ കുട്ടികൾക്ക് കളിക്കുന്നതും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അല്ലൂസ് അവിടുന്ന് കല്യാണിൻ്റെ പുതിയ ഷോപ്പിലാണ്. അവിടുത്തെ ഹൈലൈറ്റ് മോളത്തെ മയത്തുണ്ടോ അല്ലൂസേ? നീ കളിച്ചില്ല അവിടെ? മറ്റേതേ ഉള്ളൂ, മറ്റേതൊന്നുമില്ലല്ലോ, ഗെയിംസൊന്നും ഇല്ലല്ലോ. ചെറിയ മക്കൾക്ക് കളിക്കാൻ പറ്റിയ പോലത്തെ ഹൈലൈറ്റ് മാൾ അത്ര ഇല്ലെങ്കിലും ചെറിയൊരു പാർക്ക് പോലത്തെ അത് ഗെയിംസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ റെസ്റ്റോറൻറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പം രസമൊക്കെ ഉണ്ട് കാണാൻ. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇപ്പോൾ ഈദ് ഷോപ്പിംഗ് ഒക്കെ അതിനൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇതാ നിറച്ച് ആൾക്കാർ, ഒരു കുട്ടീൻ്റെ ആൾക്കാരുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. ഇനി നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറ്. അപ്പം ഇവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വിഷു ഒക്കെ ആണല്ലോ വരാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെയും ഡ്രസ്സും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്തു, നമ്മളത് മാത്രമേ എടുത്തുള്ളൂ. ഉമ്മൻ്റെതും അല്ലൂസിൻ്റെ ഉപ്പൻ്റെ ഒക്കെ ഇനി വേറെ ഷോപ്പിൽ പോകണം. അപ്പോൾ അതിപ്പോൾ ഇവിടെ ബില്ലിൻ്റെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നോക്കി, ഈ വട്ടത്തിലുള്ള ഈ ഒരു സാധനം നല്ല രസമല്ലേ കാണാൻ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഇവിടെ എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണുള്ളത്, പക്ഷേ നമുക്ക് വലിയ ഓഫറും കാര്യങ്ങളായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഗൈസ്. പിന്നെ അതാ ഇവിടെ നമുക്ക് ജസ്റ്റ് ടീ ഒക്കെ കുടിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അല്ലൂസ് ഇവിടുന്ന് ചായ കുടിച്ചു കേട്ടോ. നമുക്കൊക്കെ നോക്കുമ്പോൾ അതിനെ കൊണ്ട് പിന്നെ ചായ കുടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അങ്ങനെ നമ്മളിതാ കാറിൽ കയറിയിട്ട് പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉമ്മ പറഞ്ഞത് ഉപ്പ പറഞ്ഞത് നമുക്ക് മറ്റേ കല്യാണത്തിലൊന്ന് പോയി നോക്കാമെന്നാണ്. ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ ഗൈസ് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അത് അവിടെ അടുത്ത് തന്നെയാണല്ലോ, അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വന്നതാണ്. അങ്ങനെ ഇനി നമുക്ക് ഇവിടെ നോക്കി നോക്കാം എങ്ങനെയാണ് ഡ്രസ്സൊക്കെ ഉണ്ടോയെന്ന്. ഇവിടുത്തെ തന്നെ വേറൊരു ബ്രാഞ്ചാണല്ലോ അത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയി നോക്കിയപ്പോൾ നമുക്ക് പറ്റിയതൊന്നും അങ്ങനെ കിട്ടിയില്ലല്ലോ. നമുക്ക് പറ്റിയ മീൻസ് അല്ലൂസിന് പറ്റിയൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ അതാ ഈ പഴയ കല്യാണിൽ അല്ലൂസിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അല്ലൂസിൻ്റെ സൈസല്ല. അല്ലൂസിൻ്റെ എന്ന് പറഞ്ഞാൽ 22 സൈസ്, പക്ഷേ ഇവിടെ ഉള്ളൊക്കെ 24 ഒക്കെയാണ്. അപ്പോൾ അല്ലൂസിന് പറ്റിയതൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കുറേയൊക്കെ തിരഞ്ഞു. പിന്നെ ഇവിടെ ആണെങ്കിൽ അത്ര ആൾക്കാരൊന്നുമില്ല, കാരണം ഇവിടുത്തെ സ്റ്റാഫ്സൊക്കെ തന്നെയാണ് അവിടത്തേക്ക് പോയത്. അപ്പോൾ ഇവിടുത്തെ ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവിടെ പോയതാണെന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ അത്ര ആൾക്കാരൊന്നുമില്ല ഗൈസ്, നമ്മൾ മാത്രമാണ് തോന്നുന്നുള്ളത്. അപ്പം അത്രയും ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിരുന്നു. അപ്പോൾ ഇനി നമ്മളിവിടെ നോക്കി നോക്കട്ടെ കേട്ടോ നമുക്ക് പറ്റിയതുണ്ടോയെന്ന്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കല്യാണിൻ്റെ വേറൊരു ഷോറൂമിലാണ്, കല്യാണിൻ്റെ ആദ്യത്തെ ഷോറൂമിലാണുള്ളത്. ആദ്യം ഫസ്റ്റ്, മറ്റേത് പിന്നെ ഈ അടുത്ത് ഇറങ്ങിയതാണ്. അതിൻ്റെ ഇനോഗ്രേഷൻ്റെ പൃഥ്വിരാജൊക്കെ ഇങ്ങനെ വന്നത്. ഇവിടെ ആരും അധികം ആൾക്കാരൊന്നും ഇല്ല. ഇവിടെ വന്നത് നമ്മൾ തന്നെയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് സമാധാനത്തോടെ ഡ്രസ്സ് ആക്കാം. അവിടെ പിന്നെ ഇവിടെ വലിയ തിരക്കില്ലെങ്കിലും എന്നാലും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഓലിപ്പം ജീൻസ് എടുക്കാൻ വേണ്ടി പോകും കാറിൽ പോയി. ദാലൂസിന് അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് വെക്കുകയാണ്. അല്ലൂസിന് ഇല്ലാത്തൊരു കളറാണ്. നോക്കട്ടെ ലൂസ്, ലൂസാ ഗൈസ്. എനിക്ക് നീക്കം എടുത്ത ഡ്രസ്സിന് പറ്റിയ ഷാള് നോക്കുകയാണ് കേട്ടോ ഗൈസ്. കുറേ നോക്കി, ഈ ഒരു വട്ടത്തിലൊന്നുമില്ല ഡ്രസ്സ് കിട്ടും. നമ്മൾ ഈ ഒരു റൗണ്ടിൽ മൊത്തം നോക്കി കേട്ടോ,
കാരണം ഇവിടെ ഒന്നും പറ്റുന്നതില്ല. മീൻസ് നമുക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ ഡ്രസ്സിന് ഒരുവിധം കളേഴ്സിൽ നമ്മൾ വിചാരിക്കുന്ന ഒന്നെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള കളറ് അല്ലെങ്കിൽ അതിന് പറ്റിയ കളറ്. ഇപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കളർ. ഇപ്പോൾ എല്ലാവരും ഒരേപോലെ ഇപ്പം എന്താ പറയുക, ഡ്രസ്സിന് പറ്റിയ ഷാളൊന്നും ഒരേ കളറൊന്നും എടുക്കില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ കുറേ നോക്കി, ഈ ഒരു സെക്ഷൻ മൊത്തം നോക്കി അരിച്ച് പെറുക്കി, എന്നിട്ടൊന്നും കിട്ടിയില്ല. ഇനി അപ്പുറത്ത് വേറൊരു സെക്ഷൻ ഉണ്ട്, അവിടെയും കൂടി ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ അവിടുന്ന് ഷാളൊക്കെ എടുത്തിറങ്ങി കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് സംഗീതം എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ്. നമുക്ക് ഇവിടെ നിന്നാണ് കേട്ടോ ചുരിദാർ എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് തന്നെയായിരുന്നു എടുത്തത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന്. നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഡ്രസ്സാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം എടുത്തത്. നമുക്കൊക്കെ ഏകദേശം ഒരേ തീമാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്, ഒരേപോലത്തെ കളറിൽ. അപ്പോൾ നമുക്ക് ലൈനിങ് തുണി വേണം, അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് ഉമ്മൻ്റെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ അമ്മൻ്റെത് പെട്ടെന്ന് എടുത്തതിന് കേട്ടോ ഗൈസ്. ഇനി നമ്മൾ ബില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ മിഠായി തെരുവിലേക്ക് പോവാണ് അല്ലൂസിൻ്റെ ഡ്രസ്സ് എടുക്കാൻ. അങ്ങനെ ഗൈസ് നമ്മൾ അല്ലൂസിനുള്ള ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു ഡ്രസ്സും കൂടി എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഗൈസ്, കാരണം അവിടെ ഭയങ്കര തിരക്കേന്. അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ വേറെ കാണിക്കുന്നുണ്ട്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. എന്താ പറയുക, പെരുന്നാളൊക്കെ അതിനെ കൊണ്ടായിരിക്കും, പിന്നെ വിഷു ഒക്കെ അല്ലേ, അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് നമ്മൾ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിയത് രാത്രിത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് എൻ്റെ മടിയിലുള്ളത്. ഞാനതും പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്, കാരണം കുറേ നേരമായിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മളുള്ളത് പുതിയ സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. പുതിയ സ്റ്റാൻഡാണുള്ളത് കേട്ടോ ഗൈസ്. അവിടെ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് വേഗം എത്തി. പിന്നെ നമ്മൾ വിചാരിച്ചു പോകുന്ന വഴിക്ക് നിലപ്പൊക്കെയുള്ള ഡ്രസ്സും കൂടി നോക്കാമെന്ന്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ എമറാൾഡ് മാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടുന്ന് നമ്മൾ നോക്കി ഇപ്പോൾ പറ്റിയ ഡ്രസ്സ് ഉണ്ടോയെന്ന്. അവിടെ ഇപ്പോൾ പറ്റിയ ഡ്രസ്സൊന്നുമില്ല ഗൈസ്, കുറേ നോക്കിയിട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നേരെ പോവാൻ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്, കാരണം ആ സമയത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ നോക്കിയത്. അപ്പോൾ ഇപ്പോൾ പറ്റിയതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് പിന്നെ ഞാൻ എടുത്തോളാം ഡ്രസ്സ്. അപ്പോൾ നമ്മളങ്ങനെ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്, കാരണം ഇപ്പം തന്നെ 5:30 ആയിട്ട് സമയം. പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു നേരമാവും. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ വേഗം പോകാനുള്ള രീതിയിൽ പോവാണ്. ഇനി ഗൈസ് നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. അല്ല സുമോൻ എന്താ തിന്നുന്നേ? ബിരിയാണി ഹോട്ടലിൽ വാങ്ങിയത്. ഏത് ഹോട്ടലിൽ വാങ്ങിയതാ? അപ്പം ഗൈസ് നമ്മൾ റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് ബിരിയാണിയൊക്കെ വാങ്ങി. കോഴിക്കോടില് എന്താ പറയാ, കോഴിക്കോട് തന്നെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് റഹ്മത്ത് ഹോട്ടൽ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ബിരിയാണി വാങ്ങിയത്. നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങി വരുമ്പോൾ നേരം വൈകി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ബിരിയാണി വാങ്ങിയിട്ട് വരാമെന്ന്. അങ്ങനെ വാങ്ങിയതാണ്. ഇത് അല്ലൂസ് തിന്ന് തീരാനായി. നമ്മൾ ഫിഷ് ബിരിയാണിയാണല്ലേ വാങ്ങിയത്. ദീയതവിടെ ചോറ് തിന്നോണ്ടിരിക്കുകയാണ്, എല്ലാം എടുക്കുകയാണ് കേട്ടോ. ബിരിയാണി ഫിഷ് ബിരിയാണിയാണ്. പിന്നെ അതിൻ്റെ പേരും തന്നെ ഉള്ളിസുർക്കയുണ്ട്, അച്ചാറും ഉണ്ട്, ചമ്മന്തി ഇല്ല. സിമ്മക്ക് ഫേവറേറ്റ് ആണ് ചമ്മന്തി, പക്ഷെ അതില്ല. ദിയ തിന്നിട്ട് എങ്ങനെയുണ്ട് പറയണേ. പറയാനൊന്നുമില്ല, സൂപ്പർ ആയിക്കല്ലോ. എവിടുന്നാ അവള് വാങ്ങിയേ? ഇപ്പം ഗൈസ് ദിയ തിന്നാൻ പോവാണ്. ഇപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇപ്പം എന്തേലും ദിയ വാങ്ങിയത്? അപ്പം നെയ്സ് പത്തിരിയും ബീഫ് കറിയുമാണ് വാങ്ങിയത്. അപ്പം ഗൈസ് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ. അല്ലു സാർ ബായ് പറയ്. നമ്മുടെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നിസ്കരിച്ച് കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴാണ് ആലോചിച്ചത് നമ്മൾ എന്താ പറയുക, ഔട്ട്ഡോർ എടുത്തിട്ടില്ല. അപ്പോൾ വിചാരിച്ച് ഔട്ട്ഡോർ എടുക്കാന്. അപ്പം ഇന്ന് നമ്മളൊരു ഈദ് ഷോപ്പിംഗ് വ്ളോഗ് ആയിരുന്നു കേട്ടോ ചെയ്തത്. അപ്പം ഇതിൽ നമ്മൾ ഡ്രസ്സസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടൊന്നുമില്ല. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡ്രസ്സ് റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്നവർ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം.